ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2 ദിവസം മുമ്പ് നിതിൻ നബീൻജി ഞങ്ങളുടെ ദേശീയ അധ്യക്ഷൻ വന്നിട്ട് BJP NDAന്റെ മാർഗരേഖ 5 കൊല്ലം ജനങ്ങൾ ഞങ്ങൾക്കൊരു അവസരം തന്നാൽ എന്താണ് ഈ മാറ്റം, എന്താണ് വികസിത കേരളം എന്നൊരു കാഴ്ചപ്പാടിനെ കുറിച്ച് 4.5 മാസം അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു മാർഗരേഖ 2 ദിവസം മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിച്ചു. ഇന്ന് നേമം നിയോജക മണ്ഡലം, ഞാൻ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ നേമം മണ്ഡലത്തിന് വേണ്ടി എൻ്റെയും പാർട്ടിൻ്റെയും കാഴ്ചപ്പാടും, ജനങ്ങൾ ഞങ്ങൾക്കൊരു അവസരം തന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യാനാണ് താല്പര്യം എന്ന് ഞങ്ങൾ ഇന്ന് കൃത്യമായി മുമ്പോട്ട് വയ്ക്കുന്നു. ഇതിനെക്കുറിച്ച് 2-3 വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഇലക്ഷൻ, ഈ തെരഞ്ഞെടുപ്പ്, ഞാൻ കുറച്ച് മാസമായി പറയുന്നൊരു കാര്യം, ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്, പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് നാടിൻ്റെ ഭാവിയും സംസ്ഥാനത്തിൻ്റെ ഭാവിയും നിയമത്തിൻ്റെ ഭാവി തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ്. ദിശയും ദശയും തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ്. നമ്മൾ കുട്ടികളുടെ ഭാവി തീരുമാനിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ മത്സരിക്കുന്നത് ഒരു MLA ആവാനോ ഒരു പദവിക്കല്ല. ഞാൻ ഇതിനു മുമ്പ് 3 തവണ MP ആയിരുന്നു, മന്ത്രിയായിരുന്നു. ഞാൻ മത്സരിക്കുന്നത് മാറ്റം കൊണ്ടുവരാനും ഇവിടെ നമ്മൾ കണ്ട് സഹിച്ച രാഷ്ട്രീയത്തിലൊരു മാറ്റം കൊണ്ടുവരാനും ഒരു MLAൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് കൃത്യമായി പ്രവർത്തിച്ച് കാണിച്ചു തരാനാണ് ഞാൻ മത്സരിക്കുന്നത്. ഈ മാർഗരേഖ എൻ്റെ ഒരു സോഷ്യൽ കോൺട്രാക്റ്റാണ്. എന്നെ ജയിപ്പിച്ചാൽ, ഞാനൊരു MLA ആയാൽ, ഇതൊരു വാഗ്ദാനമല്ല, കോൺഗ്രസ് തരുന്നൊരു വ്യാജ വാഗ്ദാനമല്ല, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് വോട്ട് നേടിയ CPM പോലെ ഒരു വാഗ്ദാനമല്ല. ഇത് എൻ്റെ ഉറപ്പാണ്, ഇത് എൻ്റെ ഒരു ഗ്യാരണ്ടിയാണ്. ഇത് എൻ്റെ ഒരു വാഗ്ദാനം മാത്രമല്ല, എൻ്റെ ഒരു കാഴ്ചപ്പാടും വാശിയുമാണ്. ഞാൻ ഒരു MLA സ്ഥാനം കാണുന്നത് ഒരു വളരെ ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനമായിട്ട് കാണുന്നു. ഒരു MLA ജനങ്ങൾ വിശ്വസിച്ച് ഒരു MLA ആക്കിയാൽ, ഒരു രാഷ്ട്രീയക്കാരനെ MLA ആക്കിയാൽ, ആ MLAൻ്റെ കടമയും ഉത്തരവാദിത്വമാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടതും MLAമാർ വരുന്നു, വലിയ നേതാവാണെന്ന് പറയുന്നു, വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു, എല്ലാം ശരിയാവുമെന്ന് പറയുന്നു. പിന്നെ ഇലക്ഷൻ്റെ 10-15 ദിവസം മുമ്പ് ഒരു നല്ല ബ്രോഷർ ഉണ്ടാക്കുന്നു, നുണ പറയുന്നു, ഡമ്മി കാൻഡിഡേറ്റ്സിനെ നിർത്തുന്നു, ഇലക്ഷൻ കമ്മീഷനിൽ മിനിസ്ട്രിയിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരെ നിർത്തുന്നു, SDPIയും ജമാഅത്തെ ഇസ്ലാമിൻ്റെ കാല് പിടിക്കുന്നു. ഇതിന് മാറ്റണം. ഇതിനെ മാറ്റാനാണ് ഞാൻ മത്സരിക്കുന്നത്. ഞാൻ നേമം മണ്ഡലത്തിൻ്റെ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്, പോയി കണ്ടതാണ് എന്താണ് പ്രശ്നങ്ങൾ. അത് MSK നഗറാണോ, പനത്തുറയാണോ, എടയാറാണോ, പുഞ്ചക്കരിയാണോ? പുഞ്ചക്കരി വാർഡിൽ ഞാൻ ഇന്നലെ പോയപ്പോൾ റോഡിൻ്റെ അവസ്ഥ കാണുമ്പോൾ, എത്ര കൊല്ലമായി CPM കൗൺസിലർ, എത്ര കൊല്ലമായി CPM കോർപ്പറേഷൻ, എന്നിട്ടും ഇന്ന് അവിടെ റോഡിൻ്റെ അവസ്ഥ കണ്ടാൽ, അല്ല, ഞാൻ MLA ആണെങ്കിൽ എനിക്ക് കുറച്ച് നാണം ഉണ്ടാവും, പക്ഷെ അത് വിടും. അപ്പോൾ ഇതിലെല്ലാം മാറ്റം കൊണ്ടുവരാനും അത് ഓരോരോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടെ BJP NDA നരേന്ദ്രമോദിജി പഠിപ്പിച്ചു തന്ന ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് അവതരിപ്പിക്കും. അതിനുവേണ്ടി ഞാൻ അധ്വാനിക്കും എന്ന് ഞാൻ കൃത്യമായി ഇന്ന്
നിയമത്തിന്റെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഉറപ്പു തരാൻ ആഗ്രഹിക്കുന്നു. ഇത് എൻ്റെ ഒരു വാഗ്ദാനമാണ്, എൻ്റെ ഒരു ഉറപ്പാണ്. പിന്നെ അവസാനം BJP NDAന്റെ ഒരു MLA വന്നാൽ നിയമത്തിന് നല്ല ഗുണമുണ്ടാവും എന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP ആണ്. മേയർ BJP, ഡെപ്യൂട്ടി മേയർ BJP. കോർപ്പറേഷന്റെ ഒപ്പം ഒരു MLA ഉണ്ടാവുമ്പോൾ നമുക്ക് ആയിരക്കണക്കിന് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കോർപ്പറേഷൻ BJP, എന്നെ ജയിപ്പിച്ചാൽ MLA BJP, ഞങ്ങൾക്ക് തരുന്ന പിന്തുണ, എത്രയോ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാത്ത പദ്ധതികൾ നടപ്പിലാക്കാൻ കോർപ്പറേഷനും MLA സെൻട്രൽ ഗവൺമെന്റിന്റെ ഒപ്പം അധ്വാനിക്കും. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് മൂന്നാമത്തെ ലെയർ, നാലാമത്തെ ലെയർ ഞാൻ കോർപ്പറേഷൻ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, CSR ഫണ്ട് 100 കോടിയുടെ CSR ഫണ്ട് ഞാൻ അന്ന് പ്രഖ്യാപിച്ചതാണ്. അത് ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി അതും ഉണ്ടാവും എന്ന് ഞാൻ ഇന്ന് ക്ലിയർ ആയിട്ട് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതാണ് മാർഗരേഖ. എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു, വായിക്കണം, പഠിക്കണം. ഏപ്രിൽ 9-ാം തീയതി നമ്മുടെ ഭാവിക്ക് വേണ്ടി നിയമത്തിൻ്റെ ദിശയും ദശയും തീരുമാനിക്കേണ്ട ഒരു വോട്ടായിട്ട് നിങ്ങളുടെ വോട്ടെല്ലാം കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വാക്ക് ചുരുക്കുന്നു. നമസ്കാരം.